എന്താ വിശേഷം? അപ്പ അറിഞ്ഞില്ലേ? സ്ഥിരമായിട്ടുള്ള ഒരു പാറ്റേണിന് വിരുദ്ധമായിട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലും ഉപതെരഞ്ഞെടുപ്പിലും എല്ലാം UDF അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യമാണ് കേരളത്തിലുള്ളത്. ഞാൻ എന്താ അപരാധം ചെയ്തിട്ടാ നിങ്ങൾ എന്നെ ഇങ്ങനെ ക്രൂശിക്കുന്നത്? കഴിഞ്ഞ 6 മാസമായി ഞാൻ ഈ തേജോവധം അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഓരോ തെരഞ്ഞെടുപ്പിന്റെ പാറ്റേൺ വ്യത്യസ്തമാണെന്നാണ് ഇവർ ഓരോ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം പറഞ്ഞത്. ലോക്സഭയുടെ പാറ്റേൺ അല്ല ലോക്കൽ ബോഡിക്ക്, ലോക്കൽ ബോഡിയുടെ പാറ്റേൺ അല്ല നിയമസഭയ്ക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. മറന്നിട്ടൊന്നുമില്ല. അയ്യോ എന്ന് ഞാൻ ഓർക്കണില്ല, നീ ഓർക്കുകയല്ല. പക്ഷെ എല്ലാ തെരഞ്ഞെടുപ്പിലും ഒരേ പാറ്റേണിൽ UDF അനുകൂല തരംഗത്തിൽ വലിയ ഭൂരിപക്ഷത്തോടെ ഞങ്ങൾ ജയിച്ചു വരുന്നു എന്നുള്ളത് ഇവിടെ നിൽക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഭയമുണ്ട് എന്നുള്ള ആ വ്യാഖ്യാനം ശരിയല്ല. ശ്രീ ഗോപൻ പറഞ്ഞ ഒരു കാര്യം, ജനവിരുദ്ധ നിയമങ്ങൾക്കെതിരെ കേരളത്തിലെ സർക്കാർ തീരുമാനങ്ങൾ എടുത്തുവെന്ന്. അതിൽ പല കാലഘട്ടത്തിലും യുക്തിഭദ്രമായിട്ടുള്ള കാര്യങ്ങളോടൊപ്പം നമ്മൾക്ക് നിൽക്കാൻ യോജിക്കാൻ പറ്റുന്ന കാര്യത്തോടൊപ്പം കേരളത്തിലെ കോൺഗ്രസ് നയിക്കുന്ന UDF പ്രതിപക്ഷം LDF സർക്കാരിനോടൊപ്പം നിന്നിട്ടുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. ഓമനക്കുട്ടൻ അത് അത്ര സന്തോഷമായിട്ടല്ല പറഞ്ഞത്. അല്ല, എനിക്കെന്താ സന്തോഷം? ഇവരുടെ മാത്രം കേമമാണെന്ന് വിചാരിക്കരുത്. അപ്പോൾ പോലും ജനവിരുദ്ധമായിട്ടുള്ള പൗരത്വ നിയമത്തിനെതിരെ സമരം ചെയ്ത ആളുകൾക്കെതിരെ കലാപാഹ്വാനത്തിന് കേസെടുത്ത സർക്കാരിന്റെ പേര് പിണറായി വിജയൻ സർക്കാർ. ആരാടാ നിന്നെ ഈ ദുശീലങ്ങളൊക്കെ പഠിപ്പിച്ചത്? നരേന്ദ്രമോദിക്കെതിരെ മുദ്രാവാക്യം വിളിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള സമരഭടന്മാർക്കെതിരെ കലാപാഹ്വാനത്തിന് കേസെടുത്ത സംഘപരിവാർ വൽക്കൃത പോലീസിന്റെ പേര് പിണറായി വിജയന്റെ പോലീസ് എന്ന. കേരളം ഭരിക്കുന്ന CM ഇങ്ങനെ ഒരു കോമാളിയാ വരുന്നത്. നമ്മൾ മറന്നുപോയി കൂടാലോ. അങ്ങനെ ഓരോന്നും പൗരത്വ നിയമം ആയിക്കോട്ടെ, വഖഫ് അമെൻഡ്മെന്റ് നിയമം ആയിക്കോട്ടെ, അതുപോലെ ഫലസ്തീൻ അനുകൂല സമരം ആയിക്കോട്ടെ, ഏത് വിഷയത്തിലും ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. നരേന്ദ്രമോദിയുടെ ഇച്ഛയ്ക്കും ഇംഗിതത്തിനും അനുസരിച്ച് കലാപാഹ്വാനത്തിന് കേസെടുത്ത പിണറായി വിജയന്റെ പോലീസ് കേരളം ഭരിക്കുന്ന കാലഘട്ടത്തിലാണ് ഗോപൻ ഇത്തരം വർത്തമാനം പറയുന്നത്. അത് സ്വന്തം സഖാക്കന്മാർക്ക് പോലും വിശ്വസിക്കാവുന്ന കാര്യമല്ല. ഇനി നിങ്ങൾ തമ്മിൽ ഡീലുണ്ടോ എന്ന് ചോദിക്കുന്നു. ഞാൻ ഈ കുറഞ്ഞ കാലത്തിനുള്ളിൽ സമീപകാല ചരിത്രം മാത്രം പരിശോധിച്ചാൽ കൊടകര കുഴൽപ്പണ കേസിൽ എങ്ങനെയാണ് നിങ്ങൾ നിരന്തരം കുഴൽപ്പണം കടത്തി എന്ന് ആക്ഷേപിക്കുന്ന കെ സുരേന്ദ്രൻ ആ കേസിലെ സാക്ഷിയാക്കപ്പെട്ടത്? കെ സുരേന്ദ്രന് അനുകൂലമായിട്ടുള്ള സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടത്. ഈ പാടിന്റെ പുറകിൽ ഒരുപാട് കഥകളുണ്ടല്ലേ ഈശോ മറിയ ഔസേപ്പേട്ട. തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ കൊണ്ടുവന്ന പണമാണ് എന്ന് കേരള പോലീസിന്റെ കണ്ടെത്തലുണ്ടായിട്ടും തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ കൊണ്ടുവന്ന പണം എന്നുള്ള രീതിയിലുള്ള അതിനനുസരിച്ചിട്ടുള്ള വകുപ്പുകളിട്ട് കേരള പോലീസ് കേസെടുത്തില്ല. തീർന്നിട്ടില്ല, ബാക്കി വന്നിട്ട് തരുന്നുണ്ട്. അവര് കേന്ദ്രത്തിലേക്ക് അയച്ച് കാത്തിരുന്നു പറയാം. BJP നേതാക്കന്മാർക്കെതിരായിട്ടുള്ള അന്വേഷണം നരേന്ദ്രമോദിക്ക് അന്വേഷണത്തിന് അയച്ചു കൊടുത്തിട്ട് കാത്തിരുന്നു എന്നാണ് CPM അവകാശപ്പെടുന്നത്. ഇനി മഞ്ചേശ്വരം കോഴക്കേസിൽ കേരളത്തിലെ പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പിന്റെ പ്രോസിക്യൂഷൻ നേരാമണ്ണം ഹാജരാകാതെ നിലപാടെടുക്കാതെ കെ സുരേന്ദ്രന് അനുകൂലമായിട്ടുള്ള വിധി ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായി. ഇവരുടെ ഒന്നാം പിണറായി വിജയൻ സർക്കാരിൽ ഇവരുടെ കൂടെ ഇരുന്ന റവന്യൂ മന്ത്രി ചന്ദ്രശേഖരനെ BJP-ക്കാർ തല്ലി കൈയും കാലും ആക്രമിച്ച് അധിക്ഷേപിച്ച് ദേഹോപദ്രവം ഏൽപ്പിച്ച കേസിൽ CPM നേതാക്കന്മാരടക്കമുള്ള ആളുകൾ മൊഴി മാറ്റിയത് കൊണ്ട് BJP-ക്കാർ രക്ഷപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. എല്ലാം ഇയാൾക്കറിയാം, ശരിയല്ലടോ? തൃശൂർ പൂരം കലക്കിക്കൊണ്ട് RSSന് അനുകൂലമായിട്ട് സേവാഭാരതിയുടെ ആംബുലൻസ് കടന്നു വരാൻ സാഹചര്യം ഒരുക്കി സുരേഷ് ഗോപിക്ക് ജയിക്കുന്ന സാഹചര്യം ഒരുക്കി. എന്നിട്ട് സുനിൽ കുമാർ എന്ന LDF-ന്റെ സ്ഥാനാർത്ഥി നിരന്തരം പറഞ്ഞിട്ട് അക്കാര്യത്തിൽ ഒരു അന്വേഷണം നടത്താനോ അന്വേഷണം നടത്തി ഒരു നടപടി സ്വീകരിക്കാനോ RSSന് അനുകൂലമായിട്ട് നയപരിപാടി നടപ്പാക്കിയ ADGP MR അജിത്കുമാറിനെയോ അല്ലെങ്കിൽ അന്നത്തെ ആരാണ് അന്വേഷണം നടത്തിയത്? ADGP MR അജിത്കുമാറിന്റെ നേതൃത്വത്തിൽ. ആരെ കുറിച്ച് ആരോപണമുള്ളത്? ADGP MR അജിത്കുമാറിനെതിരെ. RSSന്റെ നേതാക്കന്മാരായിട്ടുള്ള ദത്താത്രേയ ഹൊസബോളയെയും രാംമാധവനെയും 10 ദിവസത്തെ ഇടവേളകളിൽ കണ്ട് രഹസ്യ സംഭാഷണം നടത്തിയ ADGP MR അജിത്കുമാറിനെ കുറിച്ചിട്ടാണ് ആദ്യത്തെ ആരോപണം. അയാൾ തന്നെ അന്വേഷിക്കുന്നു, അയാൾ തന്നെ ക്ലീൻ ചീറ്റ് കൊടുക്കുന്നു, എന്നിട്ട് അത് വലിയ മഹത്തായ സേവനമാണെന്ന് പറയുന്നു. ഈ പാഴ്നാടകത്തിന്റെ കാലം കുറിക്കുന്ന കൈ വിധിയുടേത്. ഞാനൊന്ന് ചോദിക്കട്ടെ, ആര്യ, ആ അങ്കിത് അശോക് എന്ന് പറഞ്ഞാൽ സിറ്റി പോലീസ് കമ്മീഷണർക്കെതിരെ എന്ത് നടപടിയാണ് സ്വീകരിച്ചത്? തൃശൂർ പൂരം കലക്കിക്കൊണ്ടാണ് സുരേഷ് ഗോപി ജയിച്ചതെന്നുള്ള ആക്ഷേപം വന്നിട്ട് ഈ CPM-ന് എന്ത് നടപടിയാണ് അവിടെ സ്വീകരിക്കാൻ പറ്റിയത്? അറ്റ്ലീസ്റ്റ് ആ സുനിൽ കുമാറിനെങ്കിലും പറഞ്ഞു ബോധ്യപ്പെടുത്താൻ പറ്റുമോ? പിണറായി വിജയനോടൊപ്പം ക്യാബിനറ്റിൽ ഇരിക്കുന്ന ആ രാജൻ എന്ന് പറഞ്ഞ മന്ത്രിയെ ബോധ്യപ്പെടുത്താൻ പറ്റുമോ? CPI-യെ പറഞ്ഞു ബോധ്യപ്പെടുത്താൻ പറ്റിയോ? ഇനി അതിനപ്പുറത്ത് തൃശ്ശൂര്
നമ്മൾ SIR-മായി ബന്ധപ്പെട്ട വിഷയം വരുമ്പോഴും അതുപോലെ വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ട വിഷയം വരുമ്പോഴും സുരേഷ് ഗോപിയുടെ വീട്ടിലുള്ളവർ, സുരേഷ് ഗോപിയുടെ ഡ്രൈവർ അടക്കമുള്ള ആളുകൾ ഇരട്ടയോട്ടും കള്ളവോട്ടും ചേർത്തു എന്നുള്ള ആരോപണങ്ങൾ തെളിവ് സഹിതം പുറത്തു വന്നിട്ട് CPM എന്ത് പൊളിറ്റിക്കൽ ടേക്കാണ് അതിലെടുത്തിട്ടുള്ളത്? സാറിനെ ഇൻസൾട്ട് ചെയ്താ നമുക്ക് വളരെ വിഷമം. കൊടുങ്ങല്ലൂരും തൃപ്പൂണിത്തറയും BJP വലിയ രീതിയിൽ സംഘടനാ പ്രവർത്തനം നടത്തുന്ന 2 സ്ഥലങ്ങളാണ്. ആ 2 സ്ഥലങ്ങളിലും 2020 ചക്കയുമായിട്ടാണ് ആരൊക്കെയോ ഒന്ന് മത്സരിക്കുന്നു. മത്സരിപ്പിക്കാൻ കൊണ്ടുവരുന്നവർക്ക് വോട്ടർ പട്ടിക പോലും പേരില്ല. ആരും അറിയത്തില്ല. ഇനിയിപ്പോ എന്തറിയാനാ, ഇപ്പോഴേ അറിഞ്ഞു കാണുമല്ലോ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് പല ആളുകളെയും കണ്ടെത്തുമ്പോൾ ചിലപ്പോൾ ഏത് മുന്നണിയിൽപ്പെട്ട ആളുകളും ആയിരിക്കാം. നമ്മളൊരു അപ്പോഴത്തെ ഒരു വൈബ് അനുസരിച്ച് ആളുകളെ കണ്ടെത്തുമ്പോൾ ചിലപ്പോൾ വോട്ടുണ്ടായി നമുക്ക് വരില്ല. പക്ഷെ നിയമസഭ പോലെ 140 സ്ഥാനാർത്ഥികളെ ആകെ മത്സരിപ്പിക്കുന്നുള്ളൂ. അതിന് 2020 13 പേരെയാണെന്ന് പറയുന്നു. അങ്ങനെയുള്ള സ്ഥലത്ത് വെറുതെ റിയാലിറ്റി ഷോ കണ്ടിട്ട് അപ്പൊ പേപ്പർ എടുത്ത് എഴുതി സ്ഥാനാർത്ഥികളെ ഉണ്ടാക്കുമ്പോൾ വോട്ടർ പട്ടിക പോലും പേരില്ലാത്ത ആളുകളെ മത്സരിപ്പിക്കാൻ വരുന്ന സംഘടനയ്ക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ തൃപ്പൂണിത്തറയും കൊടുങ്ങല്ലൂരും അടക്കമുള്ള സ്ഥലങ്ങളിലും ഈ ക്രോസ് വോട്ടിങ്ങിന് BJP CPM-നെ സഹായിക്കാനുള്ള ആസൂത്രണം ഉണ്ട് എന്ന് സംശയിക്കേണ്ടി വരും. അങ്ങനെ പറഞ്ഞൂടാ, പിന്നെ ഞാൻ എന്തിനു വന്നു? KC വേണുഗോപാൽ ആലപ്പുഴയുടെ MP ആണ്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ആരിഫ് എന്ന് പറഞ്ഞ സിറ്റിംഗ് MPക്ക് അതിനു മുമ്പത്തെ തെരഞ്ഞെടുപ്പിൽ കിട്ടിയതിനേക്കാൾ 1 ലക്ഷത്തിലധികം വോട്ട് കുറവാണ് എന്ന് മാത്രമല്ല, ശോഭാ സുരേന്ദ്രൻ എന്ന BJP-യുടെ സ്ഥാനാർത്ഥിക്ക് 1 ലക്ഷത്തിലധികം വോട്ട് കൂടുതൽ കിട്ടി. അപ്പൊ ഇതിനകത്ത് എന്തോ ചുറ്റിക്കളി ഉണ്ടല്ലോ. എന്ത് ചുറ്റിക്കളി? ഒരു ചുറ്റിക്കളി ഇല്ലല്ലേ? ശരി, ഇവർക്ക് ബ്ലണ്ടർ ആയിട്ട് തോന്നിയില്ലല്ലോ, ഇവർക്ക് ഒരു ആക്ഷേപമായിട്ട് തോന്നിയില്ലല്ലോ. ഒരു പൂവെടുത്ത് ചെവിയിൽ വെച്ചിട്ട് റോഡിൽ കൂടി ഒന്ന് ഓടിയാലോ എന്ന് ആലോചിച്ചിരിക്കുകയാണ്. തൃശ്ശൂർ കോൺഗ്രസിന്റെ UDF-ന്റെ 80,000 വോട്ട് പോയത് സുരേഷ് ഗോപിക്ക് മറിച്ചു കൊടുത്താണെന്നുള്ള ആക്ഷേപം ഉന്നയിക്കുന്ന ഇവർക്ക് ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ 1 ലക്ഷം വോട്ട് കൂടുകയും അവിടെ KC വേണുഗോപാൽ ജയിക്കുകയും അതേസമയം തന്നെ ആരിഫിന്റെ 1 ലക്ഷത്തിലധികം വോട്ട് കുറയുകയും ചെയ്ത സാഹചര്യത്തെ കുറിച്ച് ഒരു അവലോകനം നടത്തണ്ട. എന്നെ സംശയിക്കരുത്. ഇനി ഞാൻ ചോദിക്കട്ടെ, ഈ CC മുകുന്ദനും അജിത്തും അത് S രാജേന്ദ്രനും ഒക്കെ LDF-ന്റെ MLA-മാരായിരുന്നല്ലോ. അവര് 3 പേരും BJP-യുടെ കാൻഡിഡേറ്റുകളാണ്. കാര്യം ഞാൻ പറയട്ടെ, പറയൂ. നമ്മുടെ പാർട്ടിക്ക് അടിത്തറയില്ല. നിലവിൽ CC മുകുന്ദൻ LDF-ന്റെ MLA ആണ്, അതേസമയം തന്നെ BJP-യുടെ കാൻഡിഡേറ്റ് ആണ്. നാട്ടുകയിൽ നിങ്ങൾക്ക് ഒരു അഭിപ്രായമുണ്ടോ? ഏതായാലും കള്ളി വെളിച്ചത്തായി. ഇനി എന്തിനാ സുഖി ഒളിച്ചു കളി? ഉള്ള കാര്യം തുറന്നു പറഞ്ഞാട്ടെ. ഇനി ആര്യ പറഞ്ഞ ഒരു കാര്യമുണ്ട്, പാലക്കാട് പൊളിറ്റിക്കൽ ഫൈറ്റ് ആണെന്ന്. ഞങ്ങൾ നിർത്തിയിരിക്കുന്ന ആൾ ആരാണ്? ഞങ്ങളുടെ ആള് രമേശ് പിഷാരടി. അദ്ദേഹം സിനിമയിൽ അഭിനയിച്ചു എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിന് രാഷ്ട്രീയ ബോധ്യമില്ല എന്നുള്ള തെറ്റിദ്ധാരണ നിങ്ങൾക്ക് വേണ്ട. രാഘവൻ പറഞ്ഞത് വാസ്തവം. കൃത്യമായിട്ട് കോൺഗ്രസ് പൊളിറ്റിക്സ്, സംഘപരിവാർ വിരുദ്ധ പൊളിറ്റിക്സ്, അക്രമ രാഷ്ട്രീയ വിരുദ്ധ പൊളിറ്റിക്സ്, കൃത്യമായിട്ട് കേരളത്തിലെ സാധാരണക്കാരുടെ രാഷ്ട്രീയം എന്താണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നിരന്തരം രാഷ്ട്രീയ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുന്ന നിലപാടുകളുള്ള ഒരു കാൻഡിഡേറ്റിനെയാണ് ഞങ്ങൾ നിർത്തിയിരിക്കുന്നത്. 1.25 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് കേരളത്തിലെ സംസ്ഥാന സർക്കാർ അതിദരിദ്രരില്ല എന്ന് പ്രഖ്യാപിക്കാൻ വേണ്ടി തെരഞ്ഞെടുത്ത മഹാനടന്റെ പേരാ മമ്മൂട്ടി. അതേ മമ്മൂട്ടി പാലക്കാട് വരുമെന്ന് പറയുന്നത് ഒരു മോശപ്പെട്ട കാര്യമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. മമ്മൂട്ടി സന്ദർശിക്കുകയും മമ്മൂട്ടി വണ്ടി ഓടിക്കുന്ന പാലത്തിന്റെ വീഡിയോ ഇടുമ്പോഴോ അത് സംസ്ഥാന സർക്കാരിന്റെ നേട്ടമാണെന്ന് അവകാശപ്പെടുന്ന ഒരു സർക്കാർ കേരളം ഭരിക്കുമ്പോൾ ഞാൻ ജയിച്ചാൽ ഈ നാട്ടിൽ മമ്മൂട്ടി വരുമെന്ന് പറയുന്നത് ഒരു തെറ്റാണെന്ന് വിചാരിക്കുന്നില്ല. കേരളത്തിലെ നടന്മാരിൽ കൃത്യമായി രാഷ്ട്രീയ ബോധ്യമുള്ള പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് പറയാൻ കപ്പാസിറ്റി ഉള്ള ഒരു മഹാനടനാണ് മമ്മൂട്ടി. അതുകൊണ്ട് മമ്മൂട്ടിയുടെ വീഡിയോ കാണിക്കുന്നത് ഒരു മോശപ്പെട്ട കാര്യമാണെന്ന് വിചാരിക്കുന്നില്ല. പിന്നെ ഷാഫി പറമ്പിൽ പാലക്കാടിന്റെ MLA ആയിരുന്നപ്പോ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ എന്തൊക്കെയായിരുന്നു ആ ജനതയ്ക്ക് അറിയാം, അത് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ ബോധ്യത്തോടെ തന്നെയാണ് ഞങ്ങൾ ഞങ്ങളുടെ പാർട്ടി ചിഹ്നത്തിൽ അവിടെ നിർത്തിയിരിക്കുന്നത് രമേശ് പിഷാരടിയെ. അതുപോലെ 10 കൊല്ലം കേരളം ഭരിച്ച പാർട്ടിക്ക് എന്തുകൊണ്ടാ സ്വന്തം സ്ഥാനാർത്ഥിയെ പാർട്ടി ചിഹ്നത്തിൽ നിർത്താൻ പറ്റാതെ ഏതോ ബിരിയാണിയുടെ കഥയും പറഞ്ഞുകൊണ്ട് വരുന്നത്? അപ്പൊ ഞങ്ങൾ അത് ചോദിക്കുമ്പോൾ നിങ്ങൾ പറയുന്നു, ഗോപനെ പോലുള്ള ആളുകൾ പറയുന്നു മുസ്ലിം നാമധാരി എന്ന്. എന്റെ ഈശ്വര, എന്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ ഒരു പുരിവാലി പിടിച്ചിട്ടില്ല. ഞങ്ങൾ ആരും മുസ്ലിം നാമധാരി എന്ന് പറഞ്ഞിട്ടില്ല. ഞങ്ങൾ നിങ്ങളുടെ ചിഹ്നം എവിടെ, നിങ്ങളുടെ പാർട്ടി ചിഹ്നം എവിടെ എന്നുള്ള രാഷ്ട്രീയ ചോദ്യമാണ് ചോദിക്കുന്നത്. പറയില്ലല്ലേ? അറിഞ്ഞാലേ പറയാൻ പറ്റൂ. ഈ മുസ്ലിം നാമധാരി എന്നുള്ള തോന്നൽ ഗോപൻ ഉണ്ടാകുന്നത് ഷാഫി പറമ്പിൽ വടകര മത്സരിച്ചപ്പോ കാഫിർ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കി തോൽപ്പിക്കാൻ നോക്കിയതിന്റെ അതേ സംഘപരിവാർ ബോധം നിങ്ങളെ ഇപ്പോഴും പേർന്നത് കൊണ്ടാണ്. നാട് ഭരിക്കാൻ വലിയ കഴിവൊന്നും വേണ്ട, പക്ഷെ ഒരു നാട് മുടിക്കാൻ കഴിവ് വേണം. 6 ഇഞ്ച് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഈ സ്വിച്ചിന്റെ കാര്യമാണ്. ചുവന്ന സ്വിച്ച് അമർത്തിയോ? അമർത്തി. താങ്ക് യു.
ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല. ഇതൊക്കെ എന്ത് അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ. ശരി.